ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലമാണ് കേട്ടോ. ഇവിടെ വെച്ച് ഇങ്ങനെ കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ പിന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ബിരിയാണി. വെള്ള സ്രോതസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ തിരുമ്പിയൊന്നും തോരട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എവിടെയെങ്കിലൊക്കെ തോരട്ടണം. ഹായ് പറഞ്ഞ അപ്പോളേ ഇന്നലെ നമ്മളുള്ള നാട്ടിലാട്ടോ, ഇന്നലെ ഉള്ള ആ ഒരു വില്ലേജിലാണുള്ളത്. അവിടെ ഇങ്ങനെ ആടിനൊക്കെ മേയ്ക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് നമ്മൾ കാണിക്കാൻ പോയിട്ടില്ല. ഇവിടെ നിന്നാട്ടെ നമ്മൾ കുളിച്ചത്. അപ്പോൾ ഈ ഒരു ഏട്ടൻ ഇവിടെ ജല്ലിക്കെട്ട് മാടിൻ്റെ ജല്ലിക്കെട്ടിന് കൊണ്ടുപോകണ കാളുണ്ട് പറഞ്ഞിട്ടോ. അപ്പോൾ കാണാൻ വേണ്ടി പോകണേ. അണ്ണാ ഒരേ നിമിഷം. ഇതെന്ത് ഊരണ്ണാ? ആ அப்படிங்களா? உங்கள் பேர்? உங்கள் வீடுங்களா? അടിപൊളി അടിപൊളി. ജല്ലിക്കെട്ട് കൊണ്ടുപോகிற മാടാ ഇതട്ടോ. ഇവർ ഈ ജല്ലിക്കെട്ട് പൂട്ടിന് കൊണ്ടുപോലെ ആ ഇതാണ് കേട്ടോ. இது காணன்னு ரொம்ப ஆசை இருந்துருச்சு. நிஜமாக சொல்கிறேன், ரொம்ப ஆசை இருந்துருச்சு. நீங்கள் தான் சொன்னேன். ഇത് കാണണം നമ്മൾ കുറേ വിചാരിച്ചിരുന്നു കേട്ടോ. മാഷാ അല്ലാ. ഏയ് എതൊക്കെല്ലാം കൊണ്ടുപോവാ? ജെല്ലിക്കെല്ലാം കൊണ്ടുപോവാ. ട്രോഫി ஏதாவது கிடைச்சிருக்கா? எந்த மாதிரி தெரியாது நமக்கு. இன்னும் பாயும் எல்லாத்தையும் பாஞ்சிருக்கு. நமக்கு ஒரு 3 பேர் பாஞ்சிருக்கு. ஒரு இது வாங்கி டூல் വാങ്ങിയിருக்கு. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റും ട്രോഫിയൊക്കെ മേടിച്ചൊരു ആളാണ് കേട്ടോ നിൽക്കുന്നത് എൻ്റെ മുന്നിൽ. അടിപൊളി അടിപൊളി. പിടിക്കാൻ മുടിയുമോ? തൊടാൻ മുടിയുമോ? തൊട്ട് കേട്ടോ. കാളെ ചവിട്ടുന്നുണ്ട്. തൊടാനൊന്നും പറ്റില്ല കേട്ടോ. ആളെ തൊടാനൊന്നും പറ്റില്ല. ഇഷ്ടപ്പെടാത്ത അടിക്കും. അത് ചവിട്ടും ചവിട്ടും കേട്ടോ. ആൾ ഇഷ്ട ചവിട്ടല്. അത് ചവിട്ടും കേട്ടോ. ആളെ തൊടാൻ പറ്റില്ല, ചവിട്ടും. അടിപൊളി അടിപൊളി. നന്ദി. അപ്പോൾ വൈക്കോലാട്ടോ തിന്നാൻ കൊടുക്കണേ. ഒരേ ഒന്ന് തരക്കീங்களா? இதே நம்ம இன்ட்ரெஸ்ட்டுக்கு எல்லாரும் ஃபுல்லாக இருக்கு. இந்த ஊரில் ஃபுல்லாக இருக்கா? இது இதுக்கு மட்டும் கொண்டு போகிறேன். இந்த மாதிரி ജെല്ലി വരെ വീടാണ് കേട്ടോ. വീട് നമ്മളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒരു വീടാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൊലായി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാൾ കേട്ടോ. ഹാള് കിച്ചണൊക്കെ കൂടി ആയിട്ടുള്ളൊരു ഏരിയ. അലമറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സാമി റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അടുക്കള കേട്ടോ. ഇത് വൈഫ്. ഒരേ കുളന്തീങ്ങളാ? രണ്ട്. ശരി ശരി. സൗന്ദര്യം. അടിപൊളി അടിപൊളി. ഇതാ ഇവളും വന്നാ. അപ്പോൾ ഈ ഒരു ഏട്ടൻ്റെ വീടായിട്ട് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് ഇതിന് ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകണ കാളല്ലേ? എന്ത് ഉത്സവത്തിനാണ് കൊണ്ടുപോവാ? കാളനെ ജല്ലിക്കെട്ട് കാള കേട്ടോ. അടിപൊളി അടിപൊളിയാണോ? താങ്ക്സ്. എങ്ങനെയാണ്? പുറത്തൊക്കെ കാണിച്ചതല്ലേ. മഴ ഇങ്ങനെ ചാറിനുള്ളൂ. അപ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. തഞ്ചാവൂർ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു ജല്ലിക്കെട്ടിനെ കൊണ്ടുപോകണ കാളനെ. അപ്പോൾ അവർ പറഞ്ഞൊരു അറിവാണ്, ഇവിടെ കൂടുതൽ കന്നുകാലി വളർത്തലുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കന്നുകാലികളുടെ ചാണകം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ ഒരു കൂട്ടുണ്ട്. ഇവിടെയൊക്കെ ചാണകമുണ്ട്. അപ്പോൾ നമ്മൾ 2014 അതൊരു ബിസിനസ്സായി ചെയ്തിരുന്നതാണ്. നമ്മളെ നാട്ടിലെ കർഷകർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടോ. ഇവിടെയൊക്കെ ചെറിയ പൈസക്ക് കിട്ടും. വലിയ കൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന കൂട്ടൊക്കെ നമുക്ക് 2000 റുപ്യ കൊടുത്താൽ മതിയാവും. അതൊരു ഐസ് അല്ലെങ്കിൽ സൂപ്പർ ഐസ് ദോസ്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 400-നൊക്കെ കയറ്റാനുള്ള ലോഡ് ഉണ്ടാവും ചാക്കാക്കി എടുക്കണമെങ്കിൽ. പക്ഷെ ഉണക്കി കയറ്റണം എന്നുള്ളതാണ് കേട്ടോ. ഉണക്കാതെ ലൂസാക്കി കയറ്റിട്ടുണ്ടെങ്കിൽ ലോഡ് കൂടും. അപ്പോൾ പിന്നെ വണ്ടിക്കൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബിസിനസ് അവസരമാണ് ഈ ഒരു ഏരിയയിൽ. ഇങ്ങനെ ഒരുപാട് കണ്ട് പിന്നെ ഈ ഒരു അറിവും കൂടി കേട്ടോ. ഏട്ടൻ പറഞ്ഞ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത്, ആ കാണുന്നത്
ആ കാണുന്നത് വേസ്റ്റ് ഇട്ടെങ്കിലെങ്കിലും അത് ചാണകത്തിൻ്റെ മേലെയാണ്. ഇവിടെ ഇങ്ങനെ അവിടെ ഈ കാണുന്ന ഇവിടെ 2 കൂട്ടം, പിന്നെ ഇവിടെ അതെങ്ങനെ കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടമൊക്കെ ചെറിയ ചെറിയ കായ എടുത്തിട്ട് ചില കൂട്ടത്തിന് 200-300 കൊടുത്താൽ മതി. പിന്നെ നമ്മളിവിടുന്ന് എത്തുമ്പോഴുള്ള എക്സ്പെൻസും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ആ റേറ്റ് അവിടെ വരുന്നത് കേട്ടോ നമുക്ക്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുന്ന് എടുക്കുമ്പോൾ നമ്മളിവിടെ ഏത് ഏരിയയിൽ നിന്നാണോ ഈ സാധനം നമ്മൾ കളക്ട് ചെയ്യണത് ആ ഏരിയയിൽ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഇവിടുന്ന് ലൂസാക്കിയിട്ട് ഈ സാധനം നമ്മൾ ഒന്നിച്ച് ലോഡാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി തട്ടുക. എന്നിട്ട് അവിടെ ഉണക്കാടുക. ഉണങ്ങിയ സാധനം മാത്രം ചാക്കാക്കി കൊണ്ടുപോകാം. നമ്മൾ അട്ടപ്പാടി ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എന്നിട്ട് ചെയ്തിരുന്നത്. ഇനി അട്ടപ്പാടി ഭാഗത്തേക്ക് പോകുമ്പോൾ വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണ്ടേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നോ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടപ്പോൾ ഇത്രയും കൂടുതൽ കണ്ടപ്പോൾ പരിചയപ്പെടുത്തി കേട്ടോ. അണ്ണാ എന്താ ഊര് പേരെന്നാ? ആറടി കാരടി വയൽ. சரி சரி. உங்கள் பேர்? என் பேர் கருப்பையா. சரி 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 சரி. சுற்றி பார்க்குறேன். இந்த வேஸ்ட் எல்லாம் எவ்வளோ ரேட் எல்லாம் இருப்பாங்க? அது எவ்வளோ ரேட்டுக்கு எடுப்பாங்க ஒரு கூட்டம்? சின்ன சின்ன வந்து சொந்த காட்டுக்கு தான் போடுவாங்க. சொந்த காட்டுக்கு? இது பூரா எல்லாம் அவங்க சொந்த காட்டுக்கு தான் போடுவாங்க. ஒரு சில பேர் விற்பாங்க. சரி சரி. அது இந்த டிப்பர் கணக்கில் கொடுப்பாங்க. டிப்பர் கணக்கில்? டிப்பர் எல்லாம் எவ்வளோ இருக்கும்? டிராக்டர். டிராக்டரில் எவ்வளோ காசு கிடை? டிராக்டர் எவ்வளோ ரேட்டுக்கு எடுப்பாங்க? 1500 വരും. അപ്പോൾ ഒരു ട്രാക്ടറിന് കയറ്റുകയാണെങ്കിൽ 1500 റുപ്യായിട്ട് കിട്ടും കേട്ടോ. ഫുള്ള് എടുത്തിട്ട് ദമ്മ പോട്ടിട്ട്? ഇല്ല இந்த வண்டி கொண்ட அளவுக்கு கும்பகோணம் ஏத்துவாங்க. அதான் 1500 രൂപ. അപ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. അവിടെ എന്തോ ഒരു ചെറിയ കച്ചവടം കാണുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു കൃഷിയും കാണുന്നുണ്ട്. ജസ്റ്റ് പോയി പരിചയപ്പെട്ടോക്കാം. ദൂര പേരെന്നാ? காடுவே. கக்கரிக்காய் இந்த வேலையா? இதுக்கு என்ன தமிழில் சொல்லுவேண்ணா? വെള്ളരിക്ക. വെള്ളരിക്കയാണ് കേട്ടോ. നമ്മളടുത്ത കക്കരിക്ക ഇതിൻ്റെ പരിപാടിയാണ്. ഇത് ഒരു പേരെന്നാ? ഇങ്ങ ബാക്കിൽ പണ്ട വേലയാ ഇത്? അടിപൊളി. അപ്പോൾ ഇതവരെ കൃഷി സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്ന കൃഷിസ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന സാധനമാണ് വിൽക്കുന്നത്. മനോഹരമായൊരു കാഴ്ച കേട്ടോ. നമ്മളവിടെ ഉണ്ട് ഷെഡുകളൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതുപോലെ ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. എന്നും കളക്ട് ചെയ്യുന്ന സാധനം കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ കായ്ക്ക് വെക്കും. നീങ്ങളെ പണ്ടതാ കൃഷി? ഉങ്ക വീട് ஊருக்குள்ள ആ இங்கே கொட்டாய் விட்டுட்டு தேனி வெட்டிக்கிட்டு இங்கே இருக்கு. இங்கே இருக்கிறேன். அடிப்பொலி. எவ்வளோ வயசாச்சு? வயசு 65-70 வயசாச்சா? 65லேருந்து 66 67க்குள்ள இருக்கு. பார்த்தா தெரியாது இந்த வயசுக்கும். ஆள் வாழ்க்கை கம்மியாக இருக்கிறதுனால தெரியலை. இந்த மாதிரி வேலை பண்ணுறதுனால தான். അപ്പോൾ ഏട്ടനെ നമ്മൾ സംസാരിച്ചപ്പോൾ ഏട്ടൻ കഴുകിയിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടി പറയാട്ടോ. താങ്ക്സ് അണ്ണാ. താങ്ക്സ്. നമ്മൾ കൃഷിയും കാര്യങ്ങളും പരിചയപ്പെടുത്താൻ പോയപ്പോൾ മൂപ്പര് തന്നാട്ടോ. ഇതാണ് കേട്ടോ സ്നേഹം കാര്യങ്ങളൊക്കെ. കഴുകിയിട്ട് തന്നിക്കണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ പോലത്തെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാട്ടിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ വിമർശിച്ചിരുന്നു. മറ്റുള്ള ജാതിക്കാർ അമ്പലത്തിൽ കയറി അങ്ങനെ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രയാണ്. പല അനുഭവങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. നമ്മളെ ലക്ഷ്യം അതാണ്, ഉദ്ദേശം അതാണ്. പിന്നെ ഇന്ന ജാതി, ആ ജാതി, ഈ ജാതി, ആ വക ഒരു കാറ്റഗറി നമുക്കില്ല. നമുക്ക് മനുഷ്യരാണോ അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി അണ്ണാ. താങ്ക്സ് അണ്ണാ. പാവം. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാട്ടാ. ഇതുപോലെയൊക്കെ നമ്മളവിടെ കാണാൻ ചാൻസ് കുറവാണ്. ഒരുപാട് ആൾക്കാർ ബസ് കാത്തിക്കണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒക്കെ സാരിയാണ് കേട്ടോ. ഇവിടുത്തെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും സാരിയാണ് കൂടുതൽ ഉപയോഗിക്കണത്. തമിഴ്നാട്ടിലൊരു ബസ്സാണ്. ഒരു പ്രത്യേക കളറ്. ബാക്കും ഫ്രണ്ടും റോസ് കളറ്, സൈഡാണെങ്കിൽ ഒരു കാപ്പി, ചന്ദന കളറ്, ഇങ്ങനെയുള്ള കളറൊക്കെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷന്. അപ്പോൾ നമ്മളെ മാലിക്കുന്ന നിൽക്കണേ യാത്രയിൽ തന്നെയാണ് കേട്ടോ. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ചെറിയൊരു കട കണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ കടകളുണ്ട്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ.
ഇവിടെ വന്നപ്പോഴേ 1-2 കടകൾ പരിചയപ്പെടുത്താൻ തോന്നി. വ്യത്യസ്തമായിട്ടുള്ള കടകളാണ്. വാ, വലിയൊരു കടയായിട്ടാ ഫീൽ ചെയ്തത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ സ്റ്റൈലിലാണ് ഉള്ളത്. ഈ സൈഡിൽ പച്ചക്കറി, ഈ സൈഡിൽ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരുപാട് ഐറ്റം ബേക്കറികളുണ്ട് കേട്ടോ. നമ്മളൊക്കെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് മാറി കേട്ടോ. വീട് ബാക്കിലാണ്, ഇങ്ങനൊരു ഷോപ്പ് ഫ്രണ്ടിലും ചെയ്തിട്ടോ. ഒരുപാട് ഐറ്റം ബേക്കറികളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഇതുപോലത്തെ ഒരു കടയിലാണ് ഉള്ളത്. ബാക്കിൽ അവരെ വീട് വരുന്നുണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു രൂപം. ഇതാണ് ഇതിൻ്റെ ഓണർ തോന്നുന്നുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് കേട്ടോ, ഫ്രീസർ. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. കടിച്ചാൽ പറിച്ച് ഇതങ്ങനെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെവളോ 40 കിട്ടും. 40 ഒരുപാട് പീസ് ഉണ്ട്. എന്നാ സൊല്ലുവാണ പൂണ്ട്. അപ്പോൾ നമ്മളെ വെളുത്തുള്ളിക്ക് പൂണ്ട് എന്നിട്ടാ പറയാ. അത് നമ്മൾ ഏകദേശം ഒരു 200 മേടിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഉണ്ട്, ഇഞ്ചിക്ക് ഇഞ്ചിന്ന് തന്നെ കേട്ടോ പറയാം. പിന്നെ ഈ ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഈ കടയിൽ കണ്ടോ കേട്ടോ വെറൈറ്റി ആയിട്ട് ഈ ഒരു സാധനം. ഒരു ഏരിയ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ഏരിയ കേട്ടോ. ഈത്തപ്പഴമൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം തൊലിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയിൽ വറുത്തെടുക്കൂലേ, ഒരു ചെറിയൊരു പാക്കറ്റ് വന്നിട്ട് അതങ്ങനെ ഒരു മാലനെ തൂക്കി വെച്ചിട്ടുണ്ട്. അതെന്ത് ഊരെണ്ണ? ഉങ്ക പേര്? ഉങ്ക ഫാമിലിയോടെ പണ്ടതാ? ശരി ശരി, അടിപൊളി. അപ്പോളേ നമ്മളുള്ളത് തമിഴ്നാട് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഗ്രാമത്തിലാണ്. വലിയൊരു ടൗണാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ്. നമുക്ക് ഈ ഏട്ടനോട് ചോദിച്ചാൽ കൗതുകം അറിയാം. എന്താ ഏരിയയൊക്കെ എന്നെ സൊല്ലുവാണ? ഏരിയ പേര്, ഊർ പേര് എന്നാണ അണ്ണാ? ഊർ പേര് 4 റോഡ്. ആ, അപ്പോൾ 4 റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഏട്ടന് ചക്കൻ്റെ ചോളയും കാര്യങ്ങളൊക്കെ ഉരിഞ്ഞ് വിൽക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഈ ഏട്ടനക്ക് ചെവിട് കേൾക്കൂല എന്നുണ്ട് കേട്ടോ തോന്നണേ. എത്ര ആൾക്കാരുണ്ട്. വലിയൊരു ടൗണാണ് കേട്ടോ. ഉള്ളേരിയയിലെ വലിയ ടൗണാണ് കേട്ടോ. 4 സൈഡിലും ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. ആ ജീപ്പേ ആ ഇവിടെ ഒരുപാട് ഐറ്റം സാധനം. ഇത് തന്നെ പേരെണ്ണ? ആലുവ. ആ അടിപൊളി. ഇത് സുളിയം. ഇത് ഇത് പരിപ്പുവട. ഇത് ആ വളക്കട. ഇത് ഊർ പേര് 4 റോഡ്. ആ 4 റോഡ് കേട്ടോ. 4 കൂടി ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ് 4 റോഡ് എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇവിടെ കാത്തു നിന്ന് എല്ലാ ആൾക്കാരും ആ ബസ്സിൽ കയറുന്നുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാർ ബസ് കയറുന്ന വലിയൊരു ടൗണാണിത്. എല്ലാവരും ഒഴിവായിട്ടോ ഇവിടെ നിന്നൊക്കെ. ഗവൺമെൻറ് ബസ്സാണ് കേട്ടോ കൂടുതലും കാണുന്നത്. ബസ് ഇറക്കാതാ, പ്രൈവറ്റ് ബസ് ഇറക്കാ. ആ അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. എന്നാ ജസിയ അപ്പോളേ ഇപ്പോൾ ഉഴുന്നുവട കേട്ടോ. അടിപൊളി സോഫ്റ്റ് സാധനം. പൂമാരുണ്ട്, നമ്മൾ പറയലില്ല ഇടയ്ക്കൊക്കെ. ഇതാട്ടോ പൂ. അതിനൊരു കറി കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിക്കറിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. ആ അതിൻ്റെ ഇഷ്ടപ്പെട്ട എനിക്ക് രസമല്ലേ? അപ്പോളേ ടേസ്റ്റ് വൈസ് അടിപൊളി കേട്ടോ. നല്ല കോമ്പിനേഷൻ. ഇത് മറ്റേ നമ്മളെ പച്ചക്കടല ഉണ്ടോ? ഒരേ പരിപ്പോട മേടിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പോട ഇതുപോലെ റൗണ്ടായിട്ടാണ്.
അതൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ, നല്ല സോഫ്റ്റ് വെച്ചാൽ നല്ല സോഫ്റ്റ്. കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ഇതും. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെ 4 റോഡ്. അങ്ങോട്ട് റോഡ്, ഇങ്ങോട്ട് റോഡ്, ഇങ്ങോട്ട് റോഡ്, അങ്ങോട്ട് റോഡ്. അങ്ങനെയാണ് ഇത് 4 റോഡ് എന്നുള്ള ടൗൺ ആയിക്കണത്. അപ്പോൾ ഇത് ഹലുവയാണ് കേട്ടോ. ഹലുവ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. എന്താ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടൊരു സാധനം കേട്ടോ, ഹലുവയാണ്. എങ്ങനെയുണ്ട് മനസ്സാ? രസമുണ്ടോ? കഴിച്ചത് രസമല്ലേ? ഒരു അവൻ്റെ ഒക്കെ ഒരു നെയ്യൊക്കെ വരുന്നില്ല അതിൻ്റെ ടേസ്റ്റിൽ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ. ഈ നാട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇതിനൊരു കെട്ടിന് 10 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അടിപൊളി മനോഹരമായി വെറൈറ്റി ഒരു കാഴ്ചയായി പോയിട്ടാ. ഇതിൻ്റെ പേരറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ മാലിക്ക് തൊട്ട് അവിടെ നിൽക്കണേ. നമ്മളിവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് കണ്ടു കേട്ടോ. ഇത്രയും ദിവസത്തെ ഒരു വ്യത്യസ്ത അനുഭവം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കാളകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനോഹരമായിട്ടുണ്ട്. ആ ബാക്കിലൊക്കെ കാളകളുണ്ട് കേട്ടോ. അവിടെ അടുത്തൊക്കെ പോകാൻ പറഞ്ഞു ആൾ, പക്ഷേ നമുക്ക് ഒരു ബഹുമാനം കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള ഓരോ ആൾക്കാരൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, മനോഹരമായിട്ടുണ്ട്. നമ്മളെ റോട്ടുമെന്ന് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച എങ്ങനെയാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ നോക്കിയത്. പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീലിങ്സ് ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നതാണ്. നമ്മൾ യാത്രകൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു ആകാംക്ഷയല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോണതും ചിത്രീകരിക്കുന്നതൊക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. ഏട്ടനാണ് നമ്മളോട് വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കണ്ടൊരു ഏരിയ മൊത്തം ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെ ഇട്ടുള്ളത്. ഇങ്ങനെ നോക്കിയപ്പോഴേ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ടല്ലോ. മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആ ഒരു പാടം നിറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കാണുന്ന പച്ചപ്പൊക്കെ അതാണ് കേട്ടോ. അങ്ങനെ ഈ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ അതന്നെ. ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിയണില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് ഈ റോട്ടും ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് ലോങ് എന്നൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ അടുത്തെത്തിയപ്പോൾ ഇതിങ്ങനെ വെറൈറ്റി ആയി തോന്നി. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടൊരു കാഴ്ചയാണ് ട്രാക്ടർ കേട്ടോ. ഒരുപാട് സ്ഥലത്തുണ്ട്. അതും 2 ടയർ ബാക്കിലുള്ള കൊട്ടുള്ള ട്രാക്ടർ കേട്ടോ. അങ്ങനെ ഈ സൈഡിൽ നോക്കിയപ്പോൾ വലിയ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു കുളം. വലിയ കല്ലുകൾ, കരിങ്കല്ലുകളാണ്. കുളമാണോ കിണറാണെന്ന് കേട്ടോ തോന്നണേ. ഇതേ കൃഷി ചെയ്തിരിക്കണ കണ്ടപ്പോൾ നല്ല അത്ഭുതമായിട്ടാണ്. ഒരു ഗ്യാപ്പില്ല, അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. കയറി വന്ന ഒരടി, ഒരു 4 അടി ഗ്യാപ്പ് കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുളിച്ചില്ലേ. അപ്പോൾ ജെസ്സി ഇനി ഇവിടുത്തെ പമ്പിൽ നിന്നാണ് കുളിക്കണേ. ഈ ഒരു ഏരിയയിൽ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പമ്പിൽ നിന്നാണ് കുളിക്കണേ. എന്താ ഊര് പേര്? തമണ്ടപ്പട്ടി. 20 കിലോമീറ്റർ தான் இருப்பீங்களா? சரி சரி சரி. இந்த குளம் தண்ணி எவ்வளோ நாளுக்கு இருக்கும் இருந்தால்? தண்ணி இல்ல, வெயில்னால வறண்டுருச்சு. அப்படிங்களா? இருக்குமா? கொஞ்சம் நேரம் மழை பெஞ்சா இருக்கும். எவ்வளோ நாள் இருப்பாங்க? எவ்வளோ நாளுக்கு இருப்பாங்க தண்ணி? ஒரு 2-3 மாதம் இருப்பீங்களா தண்ணி? பெரிய குளம் தானே? பெரிய குளம். അപ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ മനോഹരമായിട്ടുള്ളൊരു കുളം കണ്ടു. പക്ഷേ ഇതിൽ വെള്ളമില്ല കേട്ടോ. ഒരു പൊടിക്ക് വെള്ളമില്ല. വലിയ പടവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ സ്റ്റെപ്പ് പടവുകളാണ്. വലിയ കുളം ആകെ വരണ്ടേക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്.
കുളിക്കാൻ പാടില്ല എന്നിട്ടാണ് എഴുതിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ വെള്ളമില്ല. നിങ്ങളെ വീട് എങ്ക? ശരി ശരി. ഇപ്പം ഈ സ്കൂളില്ലയാ? ലീവാ? നീ എത്രാമത് പഠിക്കല? നീ 10th. അവന്? അടിപൊളി അടിപൊളി. എന്നെ വിളയാറേ? ക്രിക്കറ്റാ? ഫുട്ബോൾ വിളയാടാ? പന്തില്ല. ഇങ്ക ക്രിക്കറ്റാ? അടിപൊളി അടിപൊളി. ശരി. புதுக்கோட்டை போன என்ன பார்க்கறதுக்கு இருக்கு? எல்லாம்னா இருக்கா? ശരി കിളമ്പുറേൻ. ബായ് കൊട്. ശരി ശരി. അപ്പോളേ തിരുമ്പിയത് അവിടെ തോരയിടലെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കെല്ലാം മറുപടിയാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് തിരുമ്പിയത് എന്താ കാട്ടിൽ തോരയിടാനൊക്കെയെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ സ്ഥലം മേടിക്കലാണ്. ഇത്രയും ഏക്കറക്കിന് സ്ഥലം മേടിക്കും. എന്നിട്ട് ഇതുപോലെ വേലുള്ള സ്ഥലം മാത്രം നോക്കൂട്ടോ. എന്നിട്ട് അവിടെ മേടിക്കും. എന്നിട്ട് ഇതുപോലെ എങ്ങനെയാണ് തോരയിടും. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് മാലിക്കിനെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് വെയിൽ കാണുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പാണ്ട് തോരട്ടാണ്. ഈ ഒരു ബക്കറ്റത്തെ സാധനങ്ങൾ അവിടെ തോരട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ജെസ്സി തോരട്ടിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ കുറച്ച് സ്ഥലം മേടിച്ചിരിക്കണേ. അപ്പോൾ ഈ ഒരു ഏക്കർക്കണക്കിന് സ്ഥലം അവിടെ അങ്ങനെ ഒരു ഏക്കർക്കണക്കിന് സ്ഥലം മേടിച്ചപ്പോൾ തിരുമ്പിടാനുള്ള സ്ഥലമായിട്ടാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഓൾ ഇന്ത്യ യാത്രയിൽ കൂടണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷ്ടമായാൽ കൂടാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിലെ വിശേഷങ്ങൾ. തിരുമ്പിടുന്ന രൂപം. അപ്പോളേ ഇന്നത്തെ ഫുഡ് കേട്ടോ. ഇന്നെല്ലാം ഉണ്ടാക്കിയാണ് വൈകുന്നേരം ചിക്കൻ ബിരിയാണി കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെട്ടിച്ചിരുന്നത്. ആദ്യം വിചാരിച്ച് കറി വെക്കാന്ന്, പിന്നെ ബിരിയാണി ആക്കി. അപ്പോൾ ഒരു നേരം ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ 2 നേരമൊക്കെ ഞങ്ങൾ കഴിക്കൂട്ടാ. അല്ലാതെ ഓരോ നേരത്തിനും ഉണ്ടാക്കിയത് നടക്കില്ല. ഇതുപോലെ നമ്മൾ തുണി അലക്കാനിട്ടപ്പോൾ അവിടെ തന്നെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം. കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ തോരട്ടു. പിന്നെ അവിടെ വെയിലായപ്പോൾ ഇവിടെ കുറച്ച് തണൽ കിട്ടിയാൽ നിർത്താൻ വിചാരിച്ച് വന്നാട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഇതൊരു കുളം മതി കേട്ടോ. ഇവിടെ സെൻട്രലായിട്ട് ഒരു കിണറുണ്ട്. അങ്ങനെ നമുക്ക് പോവാം കേട്ടോ. അതിന് മുന്നേ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച കണ്ടു. കുരങ്ങന്മാർ കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കണേ. സൈലൻറ്റ് മനുഷ്യന്മാർ. നമ്മളൊന്നും അറിഞ്ഞിട്ടും കൂടില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ആ കിണറെന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടിയൊക്കെയാണ്. ചെറിയ ചോരക്കുട്ടി കേട്ടോ. ചോരക്കുട്ടി മങ്ങിൻ്റെ കയ്യിൽ. മാഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോഴേ കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാഴ്ചയാണ്. ഇതൊരു വലിയൊരു കുളമാണ് കേട്ടോ. വറ്റി വരണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുപുറത്തും പുളിമരങ്ങളാട്ടോ. ഈ കാണുന്നതൊക്കെ പുളിമരങ്ങളാണ്. മനോഹരമായിട്ടുണ്ട് കേട്ടോ. ചുറ്റുപുറത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട്. ഇനി ഏതായാലും നമുക്ക് ആ കിണറിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം. എന്താ കിണറ്റിലെ അവസ്ഥ എന്നുള്ളത് നോക്കാമല്ലോ. ഇതിൽ കൂടെയാണ് അങ്ങോട്ട് നടക്കാനുള്ള വഴി. ആരും അങ്ങനെ ഉപയോഗിക്കില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പുല്ലും കാടൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. സ്റ്റെപ്പുകൾ തന്നെയാണ്, സാധാ പടവുകളാണ് കേട്ടോ. നമ്മൾ ഈ കിണറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താ നോക്കാം. അപ്പോൾ നമ്മളെ പറ്റിച്ചിട്ടത് കിണറല്ല, ഒരു കുഴി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഓവിച്ചാലിങ്ങനെ വരുന്നുണ്ട് എന്ന് തോന്നുന്നത്. ഒരു കുഴി മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയെന്നുള്ളൂ. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കാണുന്നുണ്ട്, 2 സ്റ്റെപ്പ്. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള കുളമാണ്. വറ്റി വരണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു പാടം കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ കണ്ടൊരു കാഴ്ച കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന്
കാണിക്കാമെന്ന് കരുതി. കാളയാണ് കേട്ടോ. ഓരോ ഏരിയക്ക് പോകുമ്പോഴും ഓരോ രീതികളാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടൊക്കെ പട്ടി കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് വന്നിരുന്നത്. ഇപ്പോഴാണ് ദാറ എന്നുള്ളൊരു സ്ഥലം കിട്ടിയത്. ബാക്കിയൊക്കെ പട്ടികൾ ചേർത്തിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ സ്ഥലം തേനിപ്പട്ടി എന്നായിരുന്നു. അപ്പോൾ തേനി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെയല്ലേ നമ്മൾ ചാട്ടപ്പൊക്കെ വന്ന് ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തേനിപ്പട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കണ്ടിരുന്നത്. അപ്പോൾ ഓരോ നാടിൻ്റെ പേരുകളെ. അങ്ങനെ യാത്രയിൽ തന്നെയാണ്. പുതുക്കോട്ട എത്താൻ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഗ്യാപ്പുള്ളൂ കേട്ടോ. റോഡ് സൈഡിൽ കണ്ട ഒരു ദയനീയ അവസ്ഥയാണ്. ഫുള്ള് വേസ്റ്റാണ് കേട്ടോ. ആ തല മുതലേ ഇങ്ങനെ നിരന്ന് വേസ്റ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ റോട്ടിൽ മൊത്തം വേസ്റ്റ്. കുറേ കുരങ്ങന്മാരുണ്ട്. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിക്കണമെന്ന് പലരും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പുതുക്കോട്ടയെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ പുതുക്കോട്ടയിൽ നിന്ന് നമ്മൾ തഞ്ചാവൂരാണ് പോവുക. തഞ്ചാവൂർ കേട്ടോ. നാളെ ഇനി തഞ്ചാവൂർക്ക് നമ്മൾ തിരിക്കും. പുതുക്കോട്ട എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നോക്കട്ടെ. എന്നിട്ട് പിന്നെ പറ്റുന്നിടത്തോളം നമ്മൾ കണ്ടതിന് ശേഷം മാത്രമേ തഞ്ചാവൂർ പോകുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് പുതുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പുതുക്കോട്ട മുനിസിപ്പാലിറ്റിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ഏകദേശം മുനിസിപ്പാലിറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുപോവാം. മുനിസിപ്പാലിറ്റി ആണോ എന്ന് സംശയിക്കും. അതുപോലെയാണ് ഇതിൻ്റെ സ്ട്രെച്ചിങ് എടുക്കുന്നത് കേട്ടോ. ഒരു കൊട്ടാരത്തെ വെല്ലുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രെച്ചിങ് എടുക്കുന്നത്. കയറി വരുന്നിടത്ത് തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടേജിലായിട്ട് ഇതുപോലെ റൗണ്ട് മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒരു സ്തൂപം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊടിമരമുണ്ട് ഫ്രണ്ടിൽ. അടിപൊളി. ഈ കാണുന്നതേ കളക്ടർ ഓഫീസാണ് കേട്ടോ. ഒരു കൊട്ടാരത്തിനെ പ്രതിനിധീകരിക്കുന്ന പോലെയാണ് കേട്ടോ. അടിപൊളി. അങ്ങനെ പുതുക്കോട്ട ടൗണിലാണ് കേട്ടോ. BJPയുടെ ഇത്രയും വലിയൊരു ഓഫീസ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. അതും മനോഹരമായിട്ടുള്ള സ്ട്രെച്ചിങ് ഡിസൈനിങ്. അപ്പോഴേ പുതുക്കോട്ടയിലുള്ളത് ഇവിടെ കാളൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ജല്ലിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണതുകൊണ്ടേ അതിൻ്റെ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആംഗിളിലായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുതുക്കോട്ട ഒരു പാർക്കിൻ്റെ അടുത്താണ് കേട്ടുള്ളത്. പാർക്കിൻ്റെ ഈ ഒരു എൻട്രൻസ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഈ ഒരു എൻട്രൻസ് ഏരിയ അടിപൊളി കേട്ടോ. ഒരു വെറൈറ്റി സ്ട്രെച്ചിങ്. 20 രൂപയാണ് കേട്ടോ ടോക്കൺ വരുന്നത്. ടോക്കൺ ഇവിടെ നിന്ന് എടുക്കുക. അടിപൊളി മനോഹരമായൊരു കാഴ്ച കേട്ടോ. ഇതേ പുതുക്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ കവാടമാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു കവാടം. മാലിക്ക് തൊട്ട് അവിടെ നിൽക്കണേ. നമുക്ക് നമ്മളെ മൊബൈലിൻ്റെ ഗ്ലാസ് മാറ്റാണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ മൊബൈൽ ഷോപ്പൊക്കെ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഉള്ള ഷോപ്പുകളാണ് കേട്ടോ. എല്ലാ സർവീസും കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അങ്ങനെ പുതുക്കോട്ടെ കളക്ടർ ഓഫീസാണ് ഈ കാണുന്നത്. ഒരു കാടിൻ്റെ ഉള്ളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ടുള്ളൊരു കളക്ടർ ഓഫീസാണ് കേട്ടോ. ഒരു സിറ്റിക്ക് നടുവിലാണ് കേട്ടോ ഇതുപോലെ കോട്ട ഉള്ളത്. എന്ത് മനോഹരമാണ് നോക്കിയാൽ. കാടിൻ്റെ ഉള്ളിൽ നോക്കാൻ തന്നെ കഴിയില്ല. അത്രയും തിങ്ങി മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കളക്ടർ ഓഫീസാണേ. അതാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കളക്ടർ ഓഫീസും കൂടി ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അങ്ങനെ മാലിക്കിനെ നമ്മളവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നിർത്തിയിട്ടൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകണമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ മാലിക്കിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഫ്രണ്ടേജ് ഇതുപോലെ സമചതുരാകൃതിയിലുള്ളൊരു രീതിക്കാണ് വരുന്നത്. ഫുള്ള് കല്ലുകളാട്ടോ. കരിങ്കല്ലുകളാണ്. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്തൂപം വരുന്നുണ്ട്. പിന്നെ പ്രതിമ വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പച്ചപ്പ് കൊണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മുടയുടെ ആകൃതിയിലാണ് ഈ ഒരു സ്ട്രെച്ചിങ് വരുന്നത്. ഈ ഫില്ലറുകളൊക്കെ കല്ലുകളാണ് കേട്ടോ.
വളരെയധികം കൊത്തുപണി. ഇവിടെ എപ്പോഴും പണിക്കാരുണ്ട് കേട്ടോ. ഈ കൊത്തുപണികളൊക്കെ എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന രീതിയിലാട്ടോ. കണ്ടാൽ എത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു കുതിരനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. രണ്ട് സൈഡിലും തൂണുകളുണ്ട്. ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൊത്തുപണികളും മിനുക്കുപണികളും തൂണുകളൊക്കെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേറൊരു ബിൽഡിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ സൈഡിലും ആ സൈഡിൽ കണ്ട അതേ രൂപം തന്നെയാണ് കേട്ടോ ഏകദേശം. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രെച്ചിങ് വരുന്നത്. മനോഹരമായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കൊത്തുപണികളാണ് കേട്ടോ. എവിടെ നോക്കിയാലും കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ കേട്ടോ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ പുതിയൊരു ബിൽഡിങ് ഇങ്ങനെ നീളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1198 ചൈൽഡ് ലൈനിൻ്റെ ഒരു ഓഫീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റേ ഒരു ഡിഫറെൻറ്റ് കാണാം കേട്ടോ. ഇത് പുതിയ ബിൽഡിങ്ങാണ്, ഇത് പഴയ കാല ബിൽഡിങ്ങാണ്. ഏതാണ് ഭംഗിയുള്ളതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി കണ്ടോ. ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകളെ പല ടൈപ്പാട്ടോ, തോന്നിയ മാതിരിയാണ്. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റൊക്കെ നിങ്ങൾ ഏജ് വേറൊരു കളർ കൊടുത്തേക്കണേ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അങ്ങനത്തെ കുറേ വണ്ടികൾ കാണിച്ചു തരാം. ഇതേ കളക്ടർ വണ്ടിയാണ്. കളക്ടർ എംബ്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി കണ്ടോളിട്ടോ. ഈ ഒരു ജീപ്പ് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡ് കളറിൽ. ഇത് നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫൈൻ എത്ര വട്ടം കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഈ സൈഡിലും ഒരു പഴയ ബിൽഡിങ് വരുന്നുണ്ട് കേട്ടോ. കളക്ടർ ഓഫീസ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചിങ് എടുക്കുന്നത്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പുതിയ ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗിയും സ്ട്രെച്ചിങ്ങും ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ടോ. കൊത്തുപണികളും മിനുക്കുപണികൾ കൊണ്ടും ഇങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫുള്ള് കല്ലുകളാണ്. ഇവിടെ എന്തോ ഒരു ഓഫീസ് വരുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് ഓഫീസാണ്. ഗവൺമെൻറ് തമിഴ്നാട് ടൂറിസ്റ്റ് ഓഫീസ് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ ഇതേപോലെ തന്നെ കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ് തമിഴ്നാട്. ഇതിലും ആ ജി വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളവിടെ ഇപ്പോൾ ഫൈൻ കയറിയിട്ടുണ്ടാവും. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അമ്പലം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളേ പുതുക്കോട്ടെ ടൗണിലാട്ടുള്ളത്. ടൗണിൻ്റെ ഏകദേശം ഒരു സ്ട്രെച്ചിങ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കണം. അതുപോലെ മോനൂസിനെ ഒരു ചെരുപ്പ് മേടിക്കണം. അവൻ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടാണ് കളഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പും മേടിക്കണം അല്ലേ മോനൂസ്? ഒരു ചെരുപ്പ് വേണ്ട? ചെരുപ്പ് വേണ്ട? ഉറങ്ങി എന്നിട്ടോ അവന് ഒരു സുഖമായിട്ട് കിടന്നുറങ്ങി. വന്നവാ. ഇവിടെ ഇങ്ങനെ പഴയ കാലൊരു ബിൽഡിങ് കണ്ടിട്ടാ. നമ്മൾ ഈ ഒരു കടയിൽ കേട്ടോ ചായ അടിക്കാൻ പോണ്. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഏകദേശം ഒരു സ്ട്രെച്ചിങ് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കടൻ്റെ. ഇവിടെ ഇങ്ങനെ കൗണ്ടറുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഐറ്റം കടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേ ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട്. അപ്പോൾ ഈ ഒരു കടയിലേ ഈ ഐറ്റം സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ 2 ഐറ്റം സാധനം പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം. അതായത് നമ്മുടെ നാട്ടിലെ സാൻഡ്വിച്ച് മോഡലുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ചായ കൗണ്ടർ. അപ്പോൾ ഈ കടയെ സെൽഫ് സർവീസ് കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡാണ്. അപ്പോൾ പുതുക്കോട്ട വരുന്ന ആൾക്കാർ ആരും മിസ്സാക്കണ്ട കേട്ടോ. തമിഴിലാണ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതുപോലെ ഓരോ ടേബിളിലും ചട്നി കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത്രയും ഐറ്റം സാധനങ്ങളുണ്ട്. ഒക്കെ ഇതിൻ്റെ ഊര് പേര് പുതുക്കോട്ട. ഇത് എന്താ റോഡ്? ആ ഉങ്ക പേര്
ഉങ്ങളതാ ഇത് വ്യാപാരം ആ ഓണർ വേറെ ആ അവരാ ഇതുപോലെ ഉണ്ടോ ചായ സപ്ലൈ ചെയ്യുന്നത് ഇത്രയും വലിയ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ ഒരാളെ ഒരു കയ്യിൻ്റെ വലുപ്പമുണ്ട് ഇത് എവിടെക്കാ 40 രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കടൻ്റെ ഒരു പ്രത്യേകത കേട്ടോ വലിയ ഗ്ലാസ് 600 മില്ലിക്ക് 60 രൂപ പിന്നെ 300 മില്ലിക്കാണെന്നുണ്ടെങ്കിൽ 30 രൂപ ജ്യൂസിനൊക്കെ കേട്ടോ ഒരുപാട് ഐറ്റം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ മിലൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചെറുതും പറഞ്ഞിട്ടുണ്ട് 2 വലുതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കടൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇത്രയും വലിയ ഗ്ലാസ്സിൽ 600 മില്ലി ഉണ്ടാവും എന്നാണ് പറയണത് ഇത് 300 മില്ലി കേട്ടോ ഇത്രയും വലിയ ജ്യൂസ് ഗ്ലാസ്സിൽ ഇവിടെ ജ്യൂസ് കിട്ടും അടിപൊളി ഇതിനാണ് തന്നെ 40 രൂപയായിട്ട് പറഞ്ഞത് ഇതിന് ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല കേട്ടോ കൊടുക്കും മനസ്സിനെടുക്കും ഓക്കെ ധന്യവാദം ഒരാൾക്ക് ഭയങ്കര വെയിലുണ്ടോ ഒരാൾക്ക് ഭയങ്കര ആൾക്കാർക്ക് മതി എന്നുള്ളതാണ് വെറുതെ അല്ല ഇവിടെ എത്ര തിരക്കില്ലേ ഫുള്ള് സാധനങ്ങളും നല്ല ക്വാളിറ്റി ഇല്ലേ ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടാ അങ്ങനെ മുഖം എന്താ വാടിക്കണേ ഉറങ്ങിയേന്നേ മതി മോനൂസാ ഇത് മതിയാ മോനൂസിനെ ചെരുപ്പ് മേടിക്കണ ഈ ഒരു കടയിൽ നിന്നാട്ടാ ഇവിടെ ഇങ്ങനെ മുല്ലപ്പ് വെക്കണ ഒരു അക്കനെ കണ്ടിട്ടാ അക്കൻ്റെ മെയിൻ ചെറിയാണ് ഇത് കണ്ടില്ല അതുപോലെ പാക്കറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഇത് എവിടെക്കാ 50 രൂപ 50 റുപ്യ കേട്ടോ ഇതിന് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പുല്ലിൽ വെക്കുമ്പോഴുള്ള ഒരു ഡിസൈനാട്ടോ ആ സ്റ്റിച്ചിങ് ഇതിങ്ങനെ ഭംഗിയായിട്ടുണ്ട് ഈ പുല്ലിൽ വെച്ചുകൊണ്ടേ ഒന്നുകൂടി എടുത്ത് കാണിക്കണ്ടിട്ടാ തമിഴ്നാട്ടിൽ കണ്ടൊരു നമ്പർ പ്ലേറ്റ് ആട്ടോ ഇതൊക്കെ നമ്മൾ കേരളത്തിലാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ